ഫിഷ് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. ഓരോ മീനിനും ആക്ച്വലി ഓരോ വേവാണ്, എല്ലാത്തിനും ഒരേ രീതിയിൽ നിങ്ങൾ വെക്കരുത്. ഫിഷ് സീസണിങ് ഇട്ടെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് ഉപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഫിഷ് സീസണിങ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപ്പിടാനായിട്ട്. നമ്മുടെ മഷ്റൂമും ഗ്രീൻ ബീൻസും കൂടി വന്നപ്പോൾ നമ്മുടെ ട്രേ ഫുള്ളായി. ഇപ്പോൾ കാണാൻ നല്ല രസമില്ലേ? മഷ്റൂം, ഗ്രീൻ ബീൻസ്, ഫിഷ്, സ്വീറ്റ് പൊട്ടറ്റോ. ഇനി ഇതെല്ലാം കൂടി നമ്മളൊരു 10-15 മിനിറ്റും കൂടി ഓവനിലോട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഹായ്, ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സിമ്പിളായിട്ട് ഒരു ഫിഷ് ഗ്രില്ല് ചെയ്യാനായിട്ട് പോവുകയാണ്. ഈ സംഭവം സെറ്റപ്പ് ഒക്കെ കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ഓർക്കും എന്തോ വലിയ സംഭവം നടത്താൻ പോവാന്ന്. പക്ഷേ അങ്ങനെയല്ല. നമ്മളിതാ മീൻ നടുകെ മുറിച്ച് വെച്ചിട്ടുണ്ട്. ആർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സിമ്പിൾ മെത്തേഡിൽ നമ്മൾ ഇന്ന് ഈ ഫിഷ് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ വേഗം തന്നെ നമുക്ക് ഫിഷിൻ്റെ ബാക്കി പരിപാടിയിലേക്ക് പോകാം. അപ്പോൾ എന്തൊക്കെയാണ് പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഫിഷ് ഞാൻ നല്ല കഴുകി വൃത്തിയാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ഇത് നടുകയെന്ന് മുറിച്ചാണ് കടയിൽ നിന്ന് മേടിച്ചുകൊണ്ട് വന്നത്. ഇത് കാർപ്പ് ഫിഷാണ് കേട്ടോ. ഇവിടെ ഇതിന് $3.5 ആണ് ഒരു LBക്കുള്ളത്. അപ്പോൾ നമ്മളൊരു ഫുൾ ഫിഷ് മേടിച്ചു. ഫിഷിൻ്റെ കൂടെ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്വീറ്റ് പൊട്ടറ്റോ, ഗ്രീൻ ബീൻസ് ഉണ്ട്, പിന്നെ കുറച്ച് മഷ്റൂംസ്, ഇതും കൂടി ഗ്രില്ല് ചെയ്യാൻ പോവാണ്. അതിൻ്റെ മസാല എല്ലാം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് മഞ്ഞൾപ്പൊടി, അത് നമ്മുടെ ഫിഷിൻ്റെ അളവനുസരിച്ചാണ് പൊടികളെല്ലാം വരുന്നത്. പിന്നെ കുറച്ച് ഫിഷ് സീസണിങ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ചില്ലി ഫ്ലേക്സ്, കുറച്ച് മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി, പിന്നെ ഇതെല്ലാം കൂടി നമ്മൾ കുറച്ച് ഒലിവ് ഓയിലും നാരങ്ങ നീരും കൂടി ഒഴിച്ച് നമ്മൾ ഇതിനിപ്പം അതിൻ്റെ മിക്സ് റെഡിയാക്കാൻ പോവാണ്. എന്നിട്ട് നമ്മൾ വേഗം തന്നെ ഇത് നടുകയെന്ന് കുറച്ച് നമ്മളിങ്ങനെ കീറി കൊടുക്കും, നമ്മളുടെ മാംസത്തിലോട്ടെല്ലാം ഇത് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കാൻ പോകുന്ന മസാല തേച്ച് നമ്മൾ വേഗം പരിപാടിയിലോട്ട് കടക്കുവാണ് കേട്ടോ. അപ്പോൾ അത് ആ സംഭവം ഇത്രേ ഉള്ളൂ. നമ്മൾ എടുത്ത് വെച്ചിരുന്ന എല്ലാ മസാലയും കൂടി നമ്മൾ ഒലിവ് ഓയിലും നാരങ്ങ നീരും എല്ലാം കൂടി ഇട്ട് കുഴച്ച് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓയിലൊന്നും ഒത്തിരി യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ് കേട്ടോ. വരഞ്ഞ് വെച്ചേക്കുന്നതിൻ്റെ അകത്തോട്ട് നന്നായിട്ട് മസാല എല്ലാം തേച്ച് പിടിപ്പിക്കുക. എന്നിട്ട് നമ്മളൊരു മണിക്കൂർ ഇനി മാരിനേറ്റ് ചെയ്യാൻ പോവുകയാണ്. മാരിനേറ്റ് ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കും. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഗ്രില്ല് ചെയ്യും. ഇത്രേ ഉള്ളൂ പരിപാടി. വേറെ വലിയ സംഭവമൊന്നുമില്ല നമ്മുടെ ഫിഷ് ഗ്രില്ലിങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പിന്നെ ഈ ഫിഷ് സീസണിങ് ഓപ്ഷണലാണ്. ഇത് ഉണ്ടെങ്കിൽ വേറൊരു എക്സ്ട്രാ ഇങ്ങനത്തെ ഒരു അഡീഷണൽ ഫ്ലേവർ ഇതിൻ്റെ കിട്ടും. അല്ലെന്നുണ്ടെങ്കിലും സാധാരണ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ബാക്കിയുള്ള മസാലാസും എല്ലാം കൂടി ഇട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളേ. അപ്പോൾ വേഗം മസാല എല്ലാം നന്നായിട്ട് ഓരോ ഭാഗത്തും തേച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഇതാ നമ്മൾ മസാലയൊക്കെ നല്ലതായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനിയിപ്പം ഞാൻ ഫിഷ് സീസണിങ് ഇട്ടെന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അകത്ത് ഉപ്പുണ്ട്. അതുകൊണ്ട് നമ്മൾ നോക്കിയിട്ട് വേണം ഫിഷ് സീസണിങ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപ്പിടാനായിട്ട്. അപ്പോൾ ഇച്ചിരി ഉപ്പ് കുറവുണ്ടായിരുന്നു മസാലയ്ക്ക്. അതുകൊണ്ട് ഞാൻ എൻ്റെ മേളിൽ, അപ്പോൾ നിങ്ങൾ ഇച്ചിരി ഇതിൻ്റെ മേളിൽ മാത്രം തൂത്ത് കൊടുത്താൽ മതി കേട്ടോ. ഉപ്പ് നോക്കിയിട്ട് ഇടാവുള്ളൂ. ഈ സീസണിങ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണ്. അപ്പോൾ അത് നമ്മളകത്തും പുറത്തൊക്കെ ഇച്ചിരി ഉപ്പും കൂടി അപ്പുറത്തെ സൈഡിൽ ഞാൻ ഓൾറെഡി തേച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വെക്കുന്നു. ബാക്കിയെല്ലാം കൂടി നമ്മൾ ഒരുമിച്ച് ഓവനിൽ നമ്മളിപ്പോൾ ഗ്രില്ല് ചെയ്യാൻ പോവാണേ. 1 അവർ കഴിഞ്ഞു. നമ്മുടെ ഫിഷൊക്കെ നന്നായിട്ട് മസാലയൊക്കെ പിടിച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ വെജീസിലോട്ട് സിമ്പിളായിട്ട് നമുക്ക് എന്താ ചേർക്കേണ്ടതെന്ന് വെച്ചാലുണ്ടല്ലോ, ഇച്ചിരി പെപ്പർ പൗഡർ, നമ്മുടെ മഷ്റൂമിലോട്ട് ഇച്ചിരി പെപ്പർ പൗഡർ ചേർക്കുന്നു. പിന്നെ ഇച്ചിരി ഉപ്പും കൂടി ചേർക്കുന്നു. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇതൊന്ന് എന്താ പറയുന്നത്, ഇങ്ങനെ ഒന്ന് ആക്കിയെടുത്താൽ മതി. അപ്പോൾ പെപ്പറും സോൾട്ടും കൂടി ഇട്ടിട്ട് ജസ്റ്റ് നമ്മുടെ മഷ്റൂം ഇങ്ങനെ ഒന്ന് ആക്കിയെടുക്കുക. അതിലോട്ട് പിടിച്ചോളൂ, അത്രയൊക്കെ മതി കേട്ടോ. പിന്നെ നമ്മുടെ സ്വീറ്റ് പൊട്ടറ്റോയിലോട്ട് ഇച്ചിരി ഉപ്പും കൂടി വിതറുക. ഇച്ചിരി മതി കേട്ടോ, നമ്മുടെ ബീൻസിൽ ഇച്ചിരി അങ്ങ് ആയിക്കോട്ടെ. എന്നിട്ട് നമ്മൾ ഇനിയിപ്പോൾ ഇത് ഗ്രില്ല് ചെയ്യാൻ വെക്കുകയാണ്. ഓൾറെഡി ഞാൻ ഓവൻ 380 ഡിഗ്രി ഫാരൻഹൈറ്റിൽ
10 മിനിറ്റ് ഞാൻ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലോട്ടാണ് നമ്മൾ ഇനിയിപ്പോൾ വെക്കാൻ പോകുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ടോട്ടൽ ഒരു എന്താ പറയുന്നത് 20 മിനിറ്റ്സോളം മതിയായിരിക്കും. ഇടയ്ക്കൊന്ന് എടുത്ത് നോക്കണം ഇതിൻ്റെ കുക്കിംഗ് ടൈം എത്ര ആണെന്ന്. ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാം. കാരണം കാർപ്പ് ഫിഷ് ഞാൻ ആദ്യമായിട്ടാണ് ഗ്രില്ല് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇടയ്ക്ക് നമുക്കൊന്ന് എടുത്ത് നോക്കിയിട്ട് കറക്റ്റ് ടൈം ഞാൻ വേഗം പറഞ്ഞു തരാം കേട്ടോ, ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ വേഗം തന്നെ ഇത് ഓവനിലോട്ട് എടുത്ത് വെക്കട്ടെ. അങ്ങനെ ഇതാ നമ്മൾ ഓവനിലോട്ട് വെക്കുവാണ്. സൂക്ഷിച്ച് വെക്കണം. കൈയും കാലൊക്കെ സൂക്ഷിച്ചോളണം. ഒരാൾ ഓൾറെഡി കൈ പൊള്ളിച്ച് പേസ്റ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മീൻ ഏകദേശം ആയിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടറ്റോയും വെന്ത് തുടങ്ങി. അപ്പോൾ ഇതാ ലാസ്റ്റ് വെക്കാൻ പോകുമ്പോൾ നമ്മളിതാ മഷ്റൂമും കൂടി വെക്കുവാണ്. മഷ്റൂമും ബീൻസും കൂടി വെച്ച് നമ്മൾ ഇനി ഒരു 15 മിനിറ്റും കൂടി വെക്കാൻ പോവുകയാണ്. ഇപ്പോൾ ടോട്ടൽ ഒരു 30 മിനിറ്റായി നമ്മൾ തിരിച്ചു മറിച്ചിട്ട് ഈ മീൻ വെക്കുന്നത് കേട്ടോ. അപ്പോഴാണ് നമ്മുടെ കാർപ്പ് മീൻ സെറ്റായി വന്നത്. ഓരോ മീനിനും ആക്ച്വലി ഓരോ വേവാണ്. എല്ലാത്തിനും ഒരേ രീതിയിൽ നിങ്ങൾ വെക്കരുത്. നമ്മുടെ മഷ്റൂമും ഗ്രീൻ ബീൻസും കൂടി വന്നപ്പോൾ നമ്മുടെ ട്രേ ഫുള്ളായി. ഇപ്പോൾ കാണാൻ നല്ല രസമില്ലേ? മഷ്റൂം, ഗ്രീൻ ബീൻസ്, ഫിഷ്, സ്വീറ്റ് പൊട്ടറ്റോ. ഇനി ഇതെല്ലാം കൂടി നമ്മളൊരു 10-15 മിനിറ്റും കൂടി ഓവനിലോട്ട് വെക്കുകയാണ്. എന്നിട്ട് ഇനിയിപ്പോൾ നമുക്ക് അത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്യാം. അങ്ങനെ ഇതാ നമ്മുടെ ഫിഷും മഷ്റൂമും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്കിത് പുറത്തോട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സാധനങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട്. നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഇന്ന് പിന്നാമ്പുറത്ത് നിന്ന് ആരും മുന്നാമ്പുറത്തോട്ട് ടേസ്റ്റ് ചെയ്യാനായിട്ട് വരുന്നില്ല. ഇന്ന് ഞാൻ തന്നെയാണ് വരാം. അപ്പോൾ ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്തിട്ട് ഇതിൻ്റെ വിശേഷം പറയാം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. ഇതാ ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ബൈറ്റ്. ആഹാ, നല്ല സോഫ്റ്റ് മീൻ, അടിപൊളി. പ്രത്യേകിച്ചൊന്നും പറയാനല്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മൾ കുരുമുളക് പൊടിയും ഇതെല്ലാം നമ്മുടെ ഇന്ത്യൻ സ്റ്റൈലായ കാരണം നല്ല എരിവുണ്ട്. ഇച്ചിരി സ്പൈസി ആക്കാൻ വേണ്ടി തന്നെ നമ്മൾ അങ്ങനെ ഇട്ടാണ്. അതുകൊണ്ട് നല്ല എരിവുണ്ട്. ചില്ലി ഫ്ലേക്സ് ഉണ്ട്, മുളക് പൊടി, കുരുമുളക് പൊടി എല്ലാം കൂടി ഉള്ള കാരണം ഇച്ചിരി എരിവുണ്ട്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇനി ഇതായിപ്പം നമ്മുടെ മഷ്റൂമും നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഒരു മഷ്റൂമും കൂടി എടുത്തൊക്കെ കഴിക്കട്ടെ. ആഹാ, നല്ല ജ്യൂസ്. ആ എരിവും ഈ മഷ്റൂമും ഇങ്ങനെ എടുത്ത് കഴിക്കുമ്പോണ്ടല്ലോ, അതായത് നമ്മുടെ പൊട്ടറ്റോ ഉണ്ടോ അതും വന്നിട്ടുണ്ട്. ഞാൻ കൂടുതൽ ഒന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ. ഇനി നമ്മൾ ആഹാ, അടിപൊളി, സൂപ്പർ. ഇതെന്താ ബീൻസ് അല്ലേ? അത് പ്രത്യേകിച്ച് ബീൻസ് ഒരു ഇച്ചിരി വേകാനുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ലാസ്റ്റ് മഷ്റൂമിൻ്റെ കൂടെയാണ് ഇട്ടത്. അയ്യോ, അത് ചെറുതായിട്ടൊന്ന് പാളിയിട്ടുണ്ട്. ബീൻസിന് ഇതാ ഒരു ഇച്ചിരി വേവ് കുറവുണ്ട്. അപ്പോൾ ബീൻസ് വെക്കുവാണെങ്കിൽ നിങ്ങൾ നേരത്തെ തന്നെ വെച്ചേക്കണം. അപ്പം ഇത് മഷ്റൂമും എല്ലാം കൂടി ഭയങ്കര നല്ല കോമ്പിനേഷൻ. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നല്ല സ്പൈസി ആയിട്ട് ഫിഷ് വെച്ചുകൊണ്ട് തന്നെ നമ്മുടെ വെജിറ്റബിൾസും എല്ലാം ഉണ്ടല്ലോ, സ്വീറ്റ് പൊട്ടറ്റോയും. അപ്പോൾ ഒരു വേറെ തന്നെ ഒരു കോംബോ ആണ്. അപ്പം അടിപൊളിയായിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഭയങ്കര സിമ്പിളായിട്ട് ഏത് ഫിഷ് കിട്ടിയാലും നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംഭവമേ ഉള്ളൂ. ടോട്ടൽ നമ്മൾ ഓവനിൽ എടുത്തേക്കുന്ന ടൈം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 30 മിനിറ്റ്സ് ആണ്. അപ്പുറത്തോട്ടും ഇപ്പുറത്തോട്ടും മറിച്ചിട്ടിട്ട് നമുക്ക് 30 മിനിറ്റ്സ് എടുത്തിട്ടുണ്ട്. ലാസ്റ്റാണ് നമ്മൾ മഷ്റൂം ഇട്ടതെന്ന് മാത്രം. ലാസ്റ്റിലുള്ള ഒരു 10 മിനിറ്റ്സ് മതി നമ്മുടെ മഷ്റൂം വേവാനായിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. ഇനി കഴിക്കാനായിട്ട് ബാക്കിൽ ആൾക്കാർ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ വേഗം തന്നെ ഇതെല്ലാം കഴിക്കട്ടെ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ ബൈ, സീ യു.